ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഷൈനീസ് വേൾഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അത് ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് കിട്ടാൻ നോട്ടിഫിക്കേഷൻ ഇട്ട് അതും ലൈക്ക് അമർത്തുക. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ വാച്ച് ചെയ്തതിനും ഷെയർ ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനെല്ലാം നന്ദി. ഇപ്പോൾ പുതിയ ഈ ടോപ്പിക് എന്ന് പറയുന്നത് UK-യിലുള്ള പുതിയ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പുതിയതായിട്ട് ഇനി ഒത്തിരി വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഇൻ്റർവ്യൂസ് നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും IELTS OET ഉള്ളവരാണ് ട്രൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ശ്രമിക്കുക. എങ്ങനെയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് 2-3 ഏജൻസീസാണ് ഇപ്പം ഞാൻ ശരിക്കും എനിക്ക് വിശ്വാസമുള്ളവരെ കിട്ടിയിരിക്കുന്നത്. നൈപുണ്യ ഇൻ്റർനാഷണൽ ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചിൻ, നൈപുണ്യ ഇൻ്റർനാഷണൽ കൊച്ചിൻ, അവർ റേഡിയോഗ്രാഫേഴ്സിനെയും കൊണ്ടുവരുന്നുണ്ട്. റേഡിയോഗ്രാഫേഴ്സിനുണ്ട് HCPC രജിസ്ട്രേഷൻ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് പോരാം. IELTS 7 വേണമെന്നേ ഉള്ളൂ. ഏത് മോഡ്യൂളിനും 6.5 എബവ് ഉണ്ടായിരിക്കണം, അതിൽ താഴെ പോകാൻ പറ്റത്തില്ല. ഇന്ന് പ്രത്യേകിച്ച് ഇന്നതൊന്നുമില്ല. അപ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് 20 വേക്കൻസീസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം ആരെങ്കിലും അറിയുന്നവരോ ആരെങ്കിലും 3 ഇയർ ഡിഗ്രിയൊക്കെ പഠിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ഇവിടെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുമ്പം അതുമായിട്ട് ഇത് ചെയ്തിരിക്കുന്ന ഇത് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ വെറുതെ 6 മാസത്തെ റേഡിയോഗ്രാഫേഴ്സ് ഒന്നും വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഒത്തിരി പേപ്പർ വർക്ക് ഉണ്ട്, NMC രജിസ്ട്രേഷൻ പോലെ തന്നെ. അപ്പോൾ അതും ചെയ്ത് നിങ്ങൾക്ക് കയറി വരണമെങ്കിൽ ഈ മാസം ഏപ്രിൽ 24-25 ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അവർ പറയുന്നു, നൈപുണ്യ ഇൻ്റർനാഷണൽ കൊച്ചിൻ. അതുപോലെ പുതിയ വേക്കൻസീസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ അവർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഒരു 10 NHS-ലോട്ടോ 12 NHS-ലോട്ടൊക്കെ അവർക്ക് വേക്കൻസി കിട്ടിയിട്ടുണ്ട് നേഴ്സസിന് വേണ്ടിയിട്ട്. അവർ ഒത്തിരി സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ടുള്ളവരാണ്. എനിക്കറിയാവുന്ന 1-2 പേര് ഞാൻ അവർ വഴി വിളിച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ എനിക്കറിയാവുന്ന ഞങ്ങളുടെ കസിൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണമെങ്കിൽ ആ ഏജൻസി വഴിയൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിത് എനിക്കുള്ള എക്സ്പീരിയൻസ് വെച്ച് മാത്രം പറഞ്ഞു, ഞാൻ അവരോട് പോലും ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ വന്നിരിക്കുന്ന ആൾക്കാർ നല്ലതായിട്ടാണ് പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ വന്നിരിക്കുന്നവർ പിൻ നമ്പർ കിട്ടി രജിസ്ട്രേഷൻ കിട്ടി ജോലി ചെയ്ത് എല്ലാ രീതിയിലും താമസിക്കുന്നതായിട്ടും എനിക്കറിയാം. അതുകൊണ്ട് ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനി ഈ ഏജൻസി കൂടാതെ ഇപ്പോൾ ഞങ്ങളുടെ ഈ ന്യൂപോർട്ടിൽ നിന്ന് തന്നെ ഒരു കെയർ ക്രൂ എന്ന് പറഞ്ഞ് ഒരു ഏജൻസിക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 NHS-ലോട്ട് പോർട്സ്മൗത്തും അതുപോലെ തന്നെ ഊസ്റ്റർ എന്ന് പറയുന്ന ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, അങ്ങോട്ടുള്ള 2 NHS-ലോട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അവർ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അവരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഈ മാസം തുടക്കത്തിൽ ഉണ്ടായിരുന്നു ഡെലിഗേറ്റ്സോട്ട്. പക്ഷേ സ്കൈപ്പ് ഇൻ്റർവ്യൂ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ സ്കൈപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് ഇവിടുന്നാണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആരെങ്കിലും IELTS OET കിട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനുവേണ്ടി നല്ലതായിട്ട് ശ്രമിച്ച് പഠിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്കും ഈ പറഞ്ഞ ഏജൻസികളൊക്കെ കോൺടാക്ട് ചെയ്ത് ചെയ്യാം. പക്ഷേ പേപ്പർ വർക്ക് മൂവ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ IELTS OET ഇല്ലാതെ പറ്റത്തില്ല. അപ്പം നേഴ്സസിന് പ്രത്യേകിച്ച് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ IELTS OET പാസ് ഔട്ട് ആയിരിക്കണം. ആ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം. പ്രീവിയസ് എൻ്റെ വീഡിയോ വഴി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത്. അപ്പം അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയത് CBT എക്സാം നാട്ടിൽ നിന്ന് എഴുതിയിട്ട് പോരാം. അത് പാസ് ഔട്ട് ആകണം. അതുപോലെ തന്നെ UKVA എക്സാം എഴുതണം. അതും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് OSCE എഴുതണം. അപ്പം ഇതിൻ്റെ പോസിറ്റീവ്നെസ് ഒത്തിരി ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷേ നെഗറ്റീവിനേക്കാൾ ഫുൾ പോസിറ്റീവ് നമ്മൾ ചിന്തിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് അതായത് ഒത്തിരി ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒത്തിരി അത് ചെയ്യാമെന്ന് പറഞ്ഞുള്ള ആ ഒരു കാറ്റഗറീനെയാണ് ഞാൻ മെയിൻലി ബേസ് ചെയ്തത്. അതെങ്ങനെ ഒത്തിരി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തന്നെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുക. ചിലർ പറയും ഒത്തിരി നല്ലതാണ്. പിന്നെ പൈസയെക്കുറിച്ച് ഒത്തിരി ബോധമില്ലാത്തവർക്കും അതുപോലെ ചിന്തയില്ലാത്തവർക്കും സെറ്റിൽ ചെയ്യാൻ ഒത്തിരി നല്ല സ്ഥലമാണ് ഇവിടെ. അതിനനുസരിച്ച് പോസിറ്റീവ് വേയിൽ നമ്മൾ ചിന്തിച്ച് പോവുകയാണെങ്കിൽ. അപ്പോൾ ദയവ് ചെയ്ത് IELTS OET ഉള്ളവരും CBT ട്രൈ ചെയ്ത് അതുപോലെ തന്നെ അതിനുള്ള ഹെൽപ്പ് ഇവർ തരും. അതുകൂടാതെ തന്നെ നിങ്ങളിത് പാസ് ഔട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും. അതുപോലെ നിങ്ങളുടെ വിസ ചാർജും അതുപോലെ നിങ്ങളുടെ അക്കോമഡേഷൻ 3 മന്ത്സിലോട്ടുള്ളത് അതും ഫ്രീ ആയിട്ട് കിട്ടും. ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ ഫാമിലിയെ പിന്നീട് കൊണ്ടുവരാം. അത് നിങ്ങൾ തന്നെ പേ ചെയ്യേണ്ടി വരും. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് OSCE കിട്ടിക്കഴിയുമ്പോൾ OSCEക്കുള്ള ഒരു പ്രാവശ്യത്തെ അറ്റംപ്റ്റിനുള്ള പൈസ തരും. അതുപോലെ തന്നെ IELTS പാസ്സായ ഒരു പ്രാവശ്യത്തെ അറ്റംപ്റ്റിനുള്ള പൈസയും തരും. അപ്പം അത് ചില ട്രസ്റ്റുകാർ നേരത്തെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. വന്നു കഴിഞ്ഞ് നമുക്ക് ക്ലെയിം ചെയ്യാം. ചില ട്രസ്റ്റുകാർ നേരത്തെ നിങ്ങൾക്ക് തരും.
അപ്പം അത് ചിലപ്പോൾ പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞ് ഉള്ള ശമ്പളത്തിൽ നിന്ന് തരത്തുള്ളൂ. കാരണം അവർക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ 2-3 വർഷം ജോലി ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ടാകണമല്ലോ പാസ് ഔട്ട് ആകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ വരും. പക്ഷെ എന്താണെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ പോരാം. ഈ പറഞ്ഞ എല്ലാ ഏജൻസികളും 1 രൂപ പോലും രജിസ്ട്രേഷൻ ഫീസ് പോലും വാങ്ങിക്കത്തില്ല. ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെയൊക്കെ റിപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ അടുത്ത പ്രാവശ്യം തന്നെ അത് വേണ്ടെന്നാക്കിക്കാനുള്ള രീതിയിൽ അവരെയൊക്കെ കോൺടാക്ട് ചെയ്തോളാം. ഇപ്പോൾ ആരും പൈസ കൊടുക്കാതെ എല്ലാവർക്കും പോരാവുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്യുക കയറി പോരാൻ വേണ്ടിയിട്ട്. ഇതുകൂടാതെ ഗവൺമെൻറ് തന്നെ ഓഡിപെക് എന്ന് പറഞ്ഞ ഉള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഒരു സ്ഥലത്ത് നോക്കിയപ്പോൾ അവരും ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അതുകൂടാതെ ദുബായിൽ നേഴ്സസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ഈ ഇടയിൽ ഈ ഏപ്രിൽ 30 തൊട്ട് മെയ് 11 വരെ ദുബായ് വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ മലയാളീസ് ഉണ്ടെങ്കിൽ അവർക്ക് പോയി ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിൻ്റെ വേക്കൻസി 20 അങ്ങാണ്ട് വന്നിരിക്കുന്നത്. അത് ഒത്തിരി നല്ലതാണ്. ബാൻഡ് 6 ആയിട്ട് ജോലി ചെയ്യാം ഇവിടെ വന്നു കഴിയുമ്പം. അതുപോലെ രജിസ്ട്രേഷനുള്ള എല്ലാ ഹെൽപ്പുകളും അവർ ചെയ്തു തരും. ഇത് കൂടാതെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മന്ത് അക്കോമഡേഷൻ ഫ്രീ, അതുപോലെ ബാക്കി എല്ലാ ചിലവുകളും ഫ്രീയുമുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാം കിട്ടി റേഡിയോഗ്രാഫേഴ്സിന് പോരുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലല്ലോ അധികം. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുക. നന്നായിട്ട് പഠിച്ചിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അത്യാവശ്യം രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ. അതുപോലെ തന്നെ ബാക്കി ഏജൻസീസ് ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവിധ വേക്കൻസീസും പറഞ്ഞിരിക്കുന്ന ഈ 2-3 ഏജൻസീസ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം ഇൻ്റർവ്യൂസ് വെയിറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വരും, വാട്സാപ്പ് വഴി വരും. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഒത്തിരി ഷെയർ ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ഷെയർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ രീതിയിലോട്ടും കയറി പോരണമെങ്കിൽ ഒരു തരത്തിലും പൈസ മുടക്കാതെ കഴിവുള്ള കുട്ടികൾക്ക് ഏത് വിധേനയും കയറിപ്പോരാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. അത്യാവശ്യം അല്ലെങ്കിൽ തന്നെ ഇച്ചിരി പൈസ മറിക്കേണ്ടി വന്നാൽ പോലും മറിച്ചിട്ടാണെങ്കിൽ പോലും ഇവിടെ കയറി വന്നാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പം എത്രയും വേഗം എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻ്റർവ്യൂസ് ഈ 2-3 മാസങ്ങൾ ശരിക്കും നടക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോയിൽ താഴെ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ മെസ്സഞ്ചർ വഴിയൊക്കെ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഞാൻ അവരിലോട്ടുള്ള ഡയറക്റ്റ് ചെയ്ത് തരാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഉപകാരം കിട്ടും. അങ്ങനെ എല്ലാവർക്കും കയറി വരാൻ പറ്റുന്നവരെയും അതുപോലെ തന്നെ പുതിയതായിട്ട് ഉള്ളവർക്ക് ഒരു എൻകറേജ്മെൻ്റ് ആയിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കൊക്കെ IELTS പാസ്സാകാനുള്ള ഒരു പോസിറ്റീവ് തോട്ടും ഒക്കെ കിട്ടാനായിട്ട് ഇതുപോലത്തെ വീഡിയോസും അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ അവസരങ്ങളും കാണിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവരും കയറി വന്നിട്ട് എല്ലാവർക്കും രക്ഷപ്പെടട്ടെ. പാവപ്പെട്ട പിള്ളേരുണ്ടെങ്കിൽ അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കഴിവുണ്ടായിട്ടും കയറി വരാൻ പറ്റാത്തവരാണെങ്കിൽ ഉള്ള ചാൻസസ് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തണ്ട. അപ്പം എത്രയും വേഗം എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഏത് സമയത്തും ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അനാവശ്യമായിട്ട് കോൺടാക്ട് ചെയ്യല്ല. എനിക്ക് സമയമില്ല. വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും സമയമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക. അപ്പം നന്ദി, നമസ്കാരം.